നമ്മുടെ ക്ലാസ് 9 ആണ്. അതിൽ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് GDP, GNP. അതുപോലെ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ഒക്കെ പറഞ്ഞു. സോ ഞാൻ ചോദിച്ചെന്തായിരുന്നു, അഭ്യാസ് 2 എത്ര പേര് അറ്റൻഡ് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൽ ആരും ചെയ്തില്ലെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ വീക്കിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ബിഫോർ മെന്റർഷിപ്പ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. സോ കൈൻഡ്ലി അറ്റൻഡ് ദ ടെസ്റ്റ് ബൈ ടുമോറോ. നാളെയാണ് നമ്മുടെ മെന്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഹാവ് അസൈൻ ദ സ്ലോട്ട്സ്. ഗ്രൂപ്പിൽ ഞാൻ സ്ലോട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടിരുന്നോ? ഞാൻ സ്ലോട്ട് ഇട്ട ശേഷം കുറെ പേരോട് പറഞ്ഞു സാറെ ചേഞ്ച് ചെയ്യണമെന്ന്. അതിന് മുന്നേ എന്നോട് 3 പേരെ പറഞ്ഞുള്ളൂ സാറേ ഇന്ന സ്ലോട്ട് ഓക്കെ ആണെന്ന്. 3 പേര് പറഞ്ഞു. ബാക്കി കുറെ പേര് സ്ലോട്ട് ഇട്ട ശേഷം എന്നോട് പറഞ്ഞു സാറേ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക്. ആൻഡ് കൈൻഡ്ലി സ്റ്റിക്ക് ഓൺ ടു ദ ടൈം. ആ ടൈമിൽ എന്ത് ചെയ്യുക, സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കുക. ഞാനും ശ്രമിക്കാം. ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ 2 പേർക്കും, എനിക്കും നിങ്ങൾക്കും, നമുക്ക് എന്ത് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്യാം. നെക്സ്റ്റ് വീക്കിലേക്കോ നെക്സ്റ്റ് ഡേയിലേക്കോ റീഷെഡ്യൂൾ ചെയ്യാം. അത് വിഷമിക്കണ്ട. സോ കൈൻഡ്ലി ട്രൈ ടു ഫോക്കസ്, ട്രൈ ടു ആ ഒരു ടൈം ഫ്രെയിംവർക്ക് നോക്കാം. ഞാനും നിങ്ങളും നോക്കാം. ഓക്കെ. സോ അതുപോലെ ഇന്ന് രാത്രിയോട് കൂടി അല്ലെങ്കിൽ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് അഭ്യാസ് 2 നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ആൻഡ് ഇൻ ദ അഭ്യാസ് 2, in every question, in some questions, you can see on bracket, I have mentioned whether that is a UPSC question or a PSC question. So, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് UPSC-യുടെയും PSC-യുടെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അഭ്യാസ് 2 ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യുമ്പോൾ കാണാൻ കഴിയും, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം. ചില ക്വസ്റ്റ്യനൊപ്പം തന്നെ യു ക്യാൻ സി UPSC 2020 അല്ലെങ്കിൽ KPSC 2020 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിച്ച് മീൻസ് ആ വർഷത്തിൽ ചോദിച്ച PSC-യുടെയും അതുപോലെ UPSC-യുടെയും ചോദ്യമാണത്. സോ നമ്മുടെ PSC പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ വട്ടം നടന്ന KAS എക്സാമിന് ചില ചോദ്യങ്ങൾ PSC UPSC അതേ ക്വസ്റ്റ്യൻ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എക്കണോമിക്സിലും ജോഗ്രഫിയിലൊക്കെ കാണാതെ ഈ ഒരു കോപ്പിങ്. സോ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ എക്സ്പെക്ട് നമ്മുടെ ഇനി വരുന്ന എക്സാമിലും there may be a chance for asking previous year UPSC questions. അതുകൊണ്ടാണ് ഞാൻ ആ UPSC questions ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. നമ്മൾ എടുത്ത ടോപ്പിക്കിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ആ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത്. സോ കൈൻഡ്ലി പ്രാക്ടീസ് ദ ടെസ്റ്റ് ബൈ ടുമോറോ. സോ നൗ വി ക്യാൻ കണ്ടിന്യൂ ദ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി ഹാവ് ഡിസ്കസ്ഡ് ദ കൺസെപ്റ്റ് ഓഫ് GDP, GNP, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓർമ്മയുണ്ടാവുമല്ലോ? So is that clear, everyone? Any doubt regarding that? NFIA, GDP, GNP? എന്നൊരു സംശയം ഉണ്ടോ? എന്നോട് കുറച്ചുപേര് ഡൗട്ട് ചോദിച്ചിരുന്നു. ഞാനത് ക്ലിയർ ചെയ്തിരുന്നു ആ സമയത്ത് തന്നെ. 2 പേര് ചോദിച്ചിരുന്നു റിഗാർഡിങ് GNP ആൻഡ് റിഗാർഡിങ് ഈ പറഞ്ഞ GDP പറ്റി ഡൗട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഹാവ് ക്ലിയർഡ് ദാറ്റ് ഡൗട്ട് അറ്റ് ദാറ്റ് ടൈം ഓൾസോ. ഇതിലുണ്ടോ സംശയം? Any doubt? We can wait for 2 minutes for you to ask. നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ട്, ഒന്ന് തള്ളണം എന്ന് ചോദിക്കണമെങ്കിൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. സോ ഓക്കെ ആണെങ്കിൽ we can continue the rest of the portion. So next we are going to discuss about the concept of depreciation. Concept of depreciation. So അടുത്ത നമ്മൾ നോക്കുന്നത് അതാണ് the concept of depreciation. അതുപോലെ what is NDP, what is NNP, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. First is concept of depreciation. So can you say എന്താണ് depreciation? എന്താണെന്ന് അറിയാമോ? ഡിപ്രീസിയേഷൻ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ഡിപ്രീസിയേഷൻ wear and tear cost. വെരി ഗുഡ്. സോ ഡിപ്രീസിയേഷൻ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ക്യാൻ സേ തേയ്മാനം എന്ന് പറയാം. സോ മലയാളത്തിൽ വി ക്യാൻ യൂസ് depreciation as തേയ്മാനം. സോ
ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് ദ ആനുവൽ അലവൻസ്. ഇറ്റ് ഈസ് ദ ആനുവൽ അലവൻസ് ഫോർ wear and tear of capital goods. So capital goods ന്റെ wear and tear വേണ്ടിയുള്ള ആനുവൽ അലവൻസ് ആണ് എന്ത് ഡിപ്രീസിയേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ദീസ് ആർ ദ ഗുഡ്സ് വിച്ച് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് എ മാൻ-മെയ്ഡ് പ്രോസസ് and it is used in the production of a new commodity, but while using in the production, this item will not get transformed or consumed എന്ന് പറഞ്ഞു അല്ലേ. ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യപ്പെടുന്നില്ല? ഇന്റർമീഡിയറ്റ് ഗുഡിനെ പോലെ കൺസ്യൂം ചെയ്ത് ഇല്ലാണ്ടാവുകയോ ട്രാൻസ്ഫോം ചെയ്ത് അതിന്റെ പ്രോപ്പർട്ടി മാറുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഈ ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിക്കും തോറും ഇതിനെന്തുണ്ടാവും? തേയ്മാനം ഉണ്ടാവും, വെയർ ആൻഡ് ടെയർ ഉണ്ടാവും. സോ നമുക്കറിയാം, നമ്മുടെ വീട്ടില് ഒരു AC മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു TV മേടിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർ മേടിക്കുന്നു. സോ ഈ പറഞ്ഞ കാറിനായാലും AC-ക്കായാലും ഫ്രിഡ്ജിനായാലും ദ കമ്പനി ഏതാണോ കമ്പനി ആ സാധനം പ്രൊവൈഡ് ചെയ്യുന്നത്, they will assign a life. അതിനൊരു ലൈഫ് പറയും. ഇത്ര നാള് അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ 10 വർഷം ഈ പറഞ്ഞ വണ്ടി ഓടും, അല്ലെങ്കിൽ 10 വർഷം എഞ്ചിൻ ഓടും എന്ന് കമ്പനി പറയും. സോ ദർ ഈസ് ഓൾവേസ് എ ലൈഫ് ടൈം ഫോർ എ ക്യാപിറ്റൽ ഗുഡ്. ഒരു ക്യാപിറ്റൽ ഗുഡിന് ഒരു ലൈഫ് ടൈം ഉണ്ട്. അതിന് കാരണം എന്താ? ഇത് മെഷീനാണ്, മെക്കനൈസ്ഡ് രീതിയിൽ വർക്ക് ചെയ്യുന്ന എൻറ്റിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ മെഷീൻ കുറെ കാലം ഓടിക്കൊണ്ടിരിക്കുന്ന വെച്ചോ, കുറെ കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തുണ്ടാവും? ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് വർക്കിംഗ്, ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് റബ്ബിങ് എന്തുണ്ടാവും? തേയ്മാനം ഉണ്ടാവും. ഈ പറഞ്ഞ എഞ്ചിൻ പാർട്സിന് തേയ്മാനം ഉണ്ടാവും. ഈ പറഞ്ഞ എഞ്ചിൻ പാർട്സ് ചിലത് ഇളകിപ്പോവാം, നട്ടും ബോൾട്ടൊക്കെ ഇളകിപ്പോവാം, അല്ലെങ്കിൽ ചില പാർട്സ് പൊട്ടിപ്പോവാം. സോ ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ്. ഇപ്പൊ നമ്മുടെ കാർ എടുക്കുക, നമ്മുടെ കാറ് പുതിയ കാർ വാങ്ങുമ്പോൾ മേ ബി ഈ കാറിന് ഒരു 20 km/ലിറ്റർ മൈലേജ് കിട്ടും. ഒരു ലിറ്റർ പെട്രോളിന് അല്ലെങ്കിൽ 1 ലിറ്റർ ഡീസലിന് 20-25 കിലോമീറ്റർ മൈലേജ് കിട്ടും ആദ്യ കാലത്ത്. എന്നാൽ നമ്മൾ ഈ കാറ് ഒരു 10 വർഷം ഉപയോഗിക്കുന്ന വെച്ചോ, ഈ സെയിം കാറിനെ 10 വർഷം നമ്മൾ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ എന്ത് പറ്റും? ഈ മൈലേജ് കുറയില്ലേ? അതിന് കാരണം എന്താ? ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ഈ മെഷീന്റെ എഫിഷ്യൻസി കുറയും. സംശയമില്ലല്ലോ. സോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡിനുണ്ടാവുന്ന തേയ്മാനം ഇത് നമ്മൾ എന്ത് ചെയ്യണം? നാശുങ്കത്തിൽ പരിഗണിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും നമുക്ക് നോക്കാം. സപ്പോസ് there is an oven which is purchased by a company. നമ്മുടെ ഒരു ബേക്കറി അല്ലെങ്കിൽ ഒരു ബേക്കർ ഒരു ഓവൻ പർച്ചേസ് ചെയ്തു ഇൻ ദ ഇയർ 2010. 2010 നമ്മുടെ ബേക്കർ ഒരു ഓവൻ വാങ്ങിയത്. ആൻഡ് ഈ ഓവൻ വാങ്ങിയപ്പോ കമ്പനി പറഞ്ഞത്, സപ്പോസ് സാംസങ്ങിന്റെ ഓവൻ ആണെന്ന് വിചാരിച്ചു, 10 വർഷം ലൈഫ് ടൈം പറഞ്ഞു. 10 വർഷമാണെന്ത് ഈ ഓവന്റെ കാലാവധി. വിച്ച് മീൻസ് 10 വർഷം കഴിയുമ്പോൾ ഈ ഓവൻ എന്താവും? ഈ ഓവന്റെ എഫിഷ്യൻസി എല്ലാം ഇല്ലാണ്ടാവും, പൂർണ്ണമായിട്ടത് ഒബ്സലേറ്റ് ആവും. ദിസ് ഓവൻ വിൽ ബിക്കം ഒബ്സലേറ്റ്. അത് നാരണക്കല്ല. ഇവിടെ നോക്കുക, ഈ ഓവൻ 2010 മുതൽ ഉപയോഗിക്കുകയാണ്. ആൻഡ് 2020 ആയപ്പോ 2020 ആയപ്പോ നമ്മുടെ ബേക്കർ ഈ ഓവൻ എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തിട്ട് ഒരു പുതിയ ഓവൻ, ന്യൂ ഓവൻ പർച്ചേസ് ചെയ്തു. ഓക്കെ. സോ ഞാൻ പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ 2010 നമ്മുടെ ബേക്കർ ഒരു ഓവൻ വാങ്ങിച്ചു. 2020 ഈ പഴയ ഓവൻ മാറ്റിയിട്ട് ഒരു പുതിയ ഓവൻ എന്ത് ചെയ്തു? അയാൾ വാങ്ങിച്ചു. സോ 2010 ഓവൻ എ, 2020 ഓവൻ ബി. സോ in this example we are not considering the element of depreciation. തേയ്മാനത്തിന്റെ ഒരു കമ്പണന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കുക. വിച്ച് മീൻസ് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചോ, നമ്മുടെ ഈ എക്കണോമി നോക്കുമ്പോൾ പറയാണ് 2010
2010 എക്കണോമിയിൽ ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഒരു ഓവൻ ഉണ്ട്. ആൻഡ് ഈ ഓവൻ സപ്പോസ് 10 കേക്ക് ബേക്ക് ചെയ്യും. ഓക്കെ, 2010 ഒരു ഓവൻ ഉണ്ട്, ഒരു ക്യാപിറ്റൽ ഗുഡ് ഉണ്ട്, 10 കേക്ക് ബേക്ക് ചെയ്യുന്നു. ആൻഡ് 2020 നമ്മൾ നോക്കുമ്പോൾ എന്താ, വി ഹാവ് നോട്ട് കൺസിഡേർഡ് ദ കൺസെപ്റ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഈ പറഞ്ഞ ഓവൻ ഓരോ വർഷവും തേയ്മാനം ഉണ്ടായി അത് നശിച്ചു പോയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ എന്ത് പറ്റും, നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ എക്കണോമി നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ വി ക്യാൻ സി എന്താ, 2 ഓവൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നും. കാരണം എന്താ, ഓൾറെഡി ഒരു ഓവൻ ഉണ്ട്, ഓൾറെഡി ഈ ബേക്കറിന്റെ കയ്യിൽ ഓവൻ എ ഉണ്ട്. അതിനൊപ്പം അയാൾ എന്ത് ചെയ്തു, ബി എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓവൻ കൂടി വാങ്ങിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, കണക്കാക്കും. ഇഫ് വി ആർ നോട്ട് കൺസിഡറിംഗ് ദ എലമെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അതായത് 2020 നോക്കുമ്പോ ഇയാളുടെ കയ്യില് 2 ഓവൻ ഇരിക്കുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കാണാൻ കഴിയും. നമുക്ക് തോന്നും 2 ഓവൻ എന്ത് ചെയ്യുന്നു ഇയാളുടെ ഉണ്ട്. എന്നിട്ടും 2 ഓവൻ ഉണ്ടായിട്ടും 10 കേക്ക് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ള നോക്കുവാണ്. സോ നോക്കൂ എന്താ പറഞ്ഞേ, ഇൻ ദിസ് എക്സാമ്പിൾ വി ഹാവ് നോട്ട് കൺസിഡേർഡ് ദ എലമെന്റ് ഓഫ് ഡിപ്രീസിയേഷൻ. അങ്ങനെ വന്നപ്പോ എന്ത് പറ്റി, there is an overestimation of capital goods which is existing in the economy. നമ്മുടെ എക്കണോമിയിൽ നിലവിലുള്ള ക്യാപിറ്റൽ ഗുഡ്സിന്റെ എണ്ണം എന്ത് ചെയ്യപ്പെട്ടു, ഓവർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെട്ടു, ഇല്ലേ? സോ നോക്കൂ, ഈ പറഞ്ഞ 2000 ഉണ്ടായിരുന്നു, 2020 എന്താ, ഈ പറഞ്ഞ ഓവൻ റീപ്ലേസ് ചെയ്തു. ആ റീപ്ലേസ് ചെയ്തു എന്നുള്ള കാര്യം അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. സോ ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസ് ഈ പറഞ്ഞ പഴയ ഓവൻ, ഓൾഡ് ആയിട്ടുള്ള ഒബ്സലേറ്റ് ആയിട്ടുള്ള ഓവൻ, അത് റീപ്ലേസ് ചെയ്യപ്പെട്ടു, അത് മാറ്റിയിട്ടാണ് ഓവൻ ബി വന്നത് എന്ന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. സോ എന്താണ് പരിഹാരം? വി അസ്യൂം ദാറ്റ്, ഇതിന് പരിഹാരമായിട്ട് വി അസ്യൂം ദാറ്റ് നമ്മൾ 2010 വാങ്ങിച്ച ഈ ഓവൻ നമ്മൾ പറഞ്ഞു 10 വർഷമാണെന്ത് ഇതിന്റെ ലൈഫ് ടൈം. ആൻഡ് അതുകൊണ്ട് തന്നെ വി അസ്യൂം ദാറ്റ് 2010 വാങ്ങിച്ച ഈ ഓവൻ ഓരോ വർഷവും, അറിഞ്ഞിരിക്കുക, ഈ 10 വാങ്ങിച്ച ഈ ഓവൻ ഓരോ വർഷവും കുറേശ്ശെ ആയിട്ട് തേഞ്ഞ് ഇല്ലാണ്ടാവുന്നതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 10 വർഷം കൊണ്ട് എന്ത് ചെയ്യും, ഈ ഓവൻ എക്കണോമിയിൽ ഇല്ലാണ്ടായിട്ട് അസ്യൂം ചെയ്യുന്നു. അതാണെന്ത്, ഡിപ്രീസിയേഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ. ഓർ വി ക്യാൻ സേ ക്യാപിറ്റൽ സ്റ്റോക്ക് കൺസംഷൻ. എന്താണ് ഡിപ്രീസിയേഷൻ എലമെന്റ്സ് ഓർ ക്യാപിറ്റൽ സ്റ്റോക്ക് കൺസംഷൻ? സോ അറിഞ്ഞിരിക്കുക, ഇൻ ദിസ് ഡിപ്രീസിയേഷൻ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും, സാറല്ലേ പറഞ്ഞേ ക്യാപിറ്റൽ ഗുഡ് കൺസ്യൂം ചെയ്യപ്പെടത്തില്ല എന്ന്. ഞാൻ എന്താ പറഞ്ഞേ, ക്യാപിറ്റൽ ഗുഡും ഇന്റർമീഡിയറ്റ് ഗുഡും വ്യത്യാസം എന്തായിരുന്നു? നിർമ്മാണ സമയത്ത് ക്യാപിറ്റൽ ഗുഡ് എന്താണ് ഇല്ലാണ്ടാവുന്നില്ല. നിർമ്മാണ സമയത്ത് ക്യാപിറ്റൽ ഗുഡ് എന്തില്ല, ഇല്ലാണ്ടാവുന്നില്ല. തേയ്മാനം ഉണ്ടാവുന്നുണ്ട്, വേർ ആൻഡ് ടയർ ഉണ്ടാവുന്നുണ്ട്. ആ വേർ ആൻഡ് ടയർ ഉണ്ടാവുമ്പോ ഗുഡ് ഈസ് നോട്ട്, ക്യാപിറ്റൽ ഗുഡ് ഈസ് നോട്ട് കൺസ്യൂംഡ്. അത് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ട് ഒരു പുതിയ ഉൽപ്പന്നമായി മാറുകയോ അല്ലെങ്കിൽ ആ ഉൽപ്പന്നത്തിന്റെ പ്രോഫിറ്റ് ഇല്ലാണ്ടാവുകയോ ചെയ്യുന്നില്ല. എന്താ ഇമ്പാക്ട് ചെയ്യപ്പെടുന്നത്? only the efficiency is impacted. ഇപ്പൊ നമ്മൾ പറഞ്ഞു ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനി, നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിക്ക് സപ്പോസ് ദർ ഈസ് എ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസിംഗ് മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മുടെ ദാക്ഷായണി ബിസ്ക്കറ്റ് കമ്പനിക്ക് ഒരു ബിസ്ക്കറ്റ് മാനുഫാക്ചറിംഗ് മെഷീൻ ഉണ്ട്. ആൻഡ് ഈ മെഷീന് 2010 എന്ത് ചെയ്തു, ഇൻസ്റ്റാൾ ചെയ്തു. ആൻഡ് ആ സമയത്ത് ഈ മെഷീന് 100 ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു, 100 പാക്കറ്റ് ബിസ്ക്കറ്റ് ആ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യാമായിരുന്നു. എന്നാൽ അടുത്ത വർഷം ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ് ഈ മെഷീന്റെ എഫിഷ്യൻസി സപ്പോസ് 95 ആയിട്ട് കുറഞ്ഞു. അടുത്ത വർഷം അത് 90 ആയി. അങ്ങനെ കുറഞ്ഞ് 2020 ആയപ്പോ 10 ഇൻസ്റ്റാൾ ചെയ്ത മെഷീന്റെ എഫിഷ്യൻസി 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിട്ട് എന്ത് ചെയ്തു, കുറഞ്ഞു വിചാരിക്കാം. സോ 2010 we can see 20
2010 100 പാക്കറ്റ് ബിസ്ക്കറ്റ് മെഷീൻ പ്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ 2020 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ആയിട്ട് മെഷീൻ എഫിഷ്യൻസി കുറഞ്ഞു. ബിക്കോസ് ഓഫ് കണ്ടിന്യൂസ് യൂസേജ്, ബിക്കോസ് ഓഫ് വെയർ ആൻഡ് ടയർ. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? 2020 വി ആർ റീപ്ലേസിംഗ് ദി മെഷീൻ. ഈ മെഷീൻ റീപ്ലേസ് ചെയ്യുകയാണ്. ആൻഡ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 2010 മുതൽ ഉള്ള 10 വർഷക്കാലം, 11, 12, 13, 14, 15, 16 എന്ന് പറഞ്ഞിട്ട് 10 വർഷക്കാലം ഓരോ വർഷവും ഈ മെഷീൻ കൺസ്യൂം ചെയ്യപ്പെടുന്നു. ഈ മെഷീന്റെ തേയ്മാനം ഉണ്ടായി അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അസ്യൂം ചെയ്യുന്നു. ആൻഡ് സപ്പോസ് ഈ മെഷീന്റെ വാല്യൂ 1000 രൂപ എന്ന് വെച്ചോ. നമ്മുടെ ബിസ്ക്കറ്റ് മെഷീന്റെ വാല്യൂ 1000 രൂപയാണ്. 10 വർഷമാണെന്ത് ഇതിന്റെ ലൈഫ്. സോ വി ആർ അസ്യൂമിങ് ദാറ്റ് 1000 ആണെന്ത് ഇതിന്റെ വാല്യൂ, 10 വർഷമാണ് ലൈഫ്. സോ വി അസ്യൂം ദാറ്റ് 10,000 പ്ലസ് 1000 by 10, അതായത് ഓരോ വർഷവും 100 രൂപ വെച്ച്, ഓരോ വർഷവും 100 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ മെഷീൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ മെഷീന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അങ്ങനെ 10 വർഷം കൊണ്ട്, 2010 മുതൽ 2020 വരെയുള്ള 10 വർഷം കൊണ്ട് ഈ മെഷീൻ എന്താ എക്കണോമിയില് ഇല്ല. 1000 രൂപ വാല്യൂ ഉണ്ടായിരുന്ന ഈ മെഷീന് എക്കണോമിയില് ഇല്ലാണ്ടായി. ദാറ്റ് മെഷീൻ ഈസ് കംപ്ലീറ്റ്ലി ലോസ്റ്റ്. അങ്ങനെ 20 എന്ത് ചെയ്തു? വി ആർ റീപ്ലേസിംഗ് ദിസ് മെഷീൻ വിത്ത് എ ന്യൂ മെഷീൻ, വിത്ത് എൻ അപ്ഡേറ്റഡ് മെഷീൻ. അപ്പൊ നോക്കുമ്പോ എന്താ? 2 മെഷീൻ കാണിക്കില്ല, മറിച്ച് എന്താ ആക്ച്വൽ എത്ര മെഷീൻ ഉണ്ട് എന്ന് മാത്രമേ കാണിക്കത്തുള്ളൂ. പഴയ മെഷീന്റെ വാല്യൂ എന്താ? ഇല്ലാണ്ടായി. പഴയ മെഷീന്റെ വാല്യൂ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. അത് ആഡ് ചെയ്താലും എന്താ? അതില്ല, സീറോ വാല്യൂ. വാല്യൂ ഓഫ് ദ മെഷീൻ ഈസ് ഡിപ്രീഷിയേറ്റഡ്, ദാറ്റ് ഈസ് ലോസ്റ്റ്. സോ ഒറ്റ മെഷീൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ കഴിയും. ആൻഡ് അറിഞ്ഞിരിക്കുക, ഇൻ ദ കേസ് ഓഫ് ഡിപ്രീസിയേഷൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീന്റെ വാല്യൂ, അതിന്റെ ലൈഫ് ടൈം, ഇത് കൺസിഡർ ആണ് എല്ലാ വർഷവും എത്ര വാല്യൂ കുറയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീന്റെ പ്രൈസ്, ഡിപ്പെൻഡിങ് ഓൺ ദ മെഷീൻ ലൈഫ്, ഇതനുസരിച്ചാണ് ഓരോ വർഷവും എത്ര വാല്യൂ കുറയ്ക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. There are some strategies adopted by NSO. ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് NSO സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ മേഖലയിലും ഡിഫറെന്റ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്കത് ആവശ്യമില്ല, ആ മെത്തേഡൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്താ? ഈ പറഞ്ഞ മെഷീന്റെ പ്രൈസ്, അതിന്റെ ലൈഫ്, ഇതനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഓരോ വർഷവും ഈ മെഷീൻ കൺസ്യൂം ചെയ്യപ്പെടുന്നതായിട്ട് അസ്യൂം ചെയ്യുന്നു. അതുപോലെ ഈ പറഞ്ഞ ഡിപ്രീസിയേഷൻ, സപ്പോസ് നമ്മുടെ തേയ്മാനം മൂലം നമ്മൾ കണ്ടു ക്യാപിറ്റൽ സ്റ്റോക്ക് ഈസ് ഗെറ്റിംഗ് ഇറോഡഡ്. ആണല്ലോ, ക്യാപിറ്റൽ സ്റ്റോക്ക് ഇറോഡ് ചെയ്യുകയാണ്, ലൈക് ക്യാപിറ്റൽ ഗുഡ് ഇറോഡ് ചെയ്യുകയാണ്. ആൻഡ് ഇഫ് ആൻ എക്കണോമി ഫെയിൽസ് ടു റീപ്ലേസ്, ഒരു എക്കണോമിക്ക് ഇങ്ങനെ ഇറോഡ് ചെയ്യപ്പെട്ട ക്യാപിറ്റൽ സ്റ്റോക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ, if an economy fails to replace capital stock which was lost due to depreciation, its GDP will fall. ഇപ്പൊ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞേ? If a country fails to replace capital stock lost due to depreciation, then the GDP of the country will fall. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ നോക്കൂ. 2010 ബിസ്ക്കറ്റ് മെഷീൻ
100 പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. 2020 ഈ മെഷീൻ 50 പാക്കറ്റ് ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. വിച്ച് മീൻസ് നമ്മൾ പറഞ്ഞു GDP എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ്. 2010 100 ബിസ്ക്കറ്റ് ഫൈനൽ ഗുഡ് ഉണ്ടായിരുന്നു. എന്നാൽ 2020 50 പാക്കറ്റ് ബിസ്ക്കറ്റ് ഫൈനൽ ഗുഡിലുള്ളൂ. സോ എന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? അതിന് കാരണം ബിക്കോസ് ഓഫ് ദ റിഡക്ഷൻ ഇൻ ദ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ഗുഡ്. നിലവിലുണ്ടായിരുന്ന ക്യാപിറ്റൽ ഗുഡിന്റെ എഫിഷ്യൻസി കുറഞ്ഞത് മൂലമാണ്. എങ്ങനെ എഫിഷ്യൻസി കുറഞ്ഞത്? ബിക്കോസ് ഓഫ് ഡിപ്രീസിയേഷൻ, ബിക്കോസ് ഓഫ് തേയ്മാനം. തേയ്മാനം മൂലമുണ്ടായ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കുറവ്, തേയ്മാനം മൂലമുണ്ടായ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കുറവ് നികത്തിയില്ലെങ്കിൽ എന്തുണ്ടാകും? ആ എക്കണോമിയുടെ GDP കുറയും. സോ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോ we will replace the existing capital with a new capital. നിലവിലുള്ള ആ മെഷീൻ നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. അത് മാറ്റിയിട്ട് ഒരു ന്യൂ മെഷീൻ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റാൾ ചെയ്യും. എന്തിനു വേണ്ടിയാണ്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ കൺട്രിയിലെ GDP എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. ആ കമ്പനിയുടെ ഉൽപാദനം എന്ത് ചെയ്യും? ഫോൾ ചെയ്യും. അതുപോലെ മറ്റൊരു പോയിന്റ്, ഡിപ്രീസിയേഷൻ will not take into account. Depreciation will not take into account issues like sudden occurrence of disasters. ഡിസാസ്റ്റേഴ്സ് മൂലം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് മൂലം അല്ലെങ്കിൽ ഫയർ ലോസ് മൂലം ഒക്കെ ഉണ്ടാവുന്ന ലോസസ് വിൽ നോട്ട് ബി കൺസിഡേർഡ് ഇൻ ഡിപ്രീസിയേഷൻ. സോ ഞാൻ പറഞ്ഞു, തേയ്മാനം കണക്കാക്കുമ്പോ മെഷീന്റെ പ്രൈസും മെഷീന്റെ ലൈഫ് മാത്രമാണ് എന്ത് കണക്കാക്കുന്നത്. അല്ലാതെ ഒരു കമ്പനിയില് കാലമിറ്റി ഉണ്ടായി, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി നശിച്ചുപോയി മെഷീൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫയർ അറ്റാക്ക് ഉണ്ടായി നശിച്ചുപോയി, അല്ലെങ്കിൽ ഉൽക്കാപതനം ഉണ്ടായി നശിച്ചുപോയി, അല്ലെങ്കിൽ ഒരു വോൾക്കാനോ ഇറച്ചി വന്ന് നശിച്ചുപോയി. സോ വെൻ ദർ ഈസ് സഡൻ ഡിസ്ട്രക്ഷൻ ഓഫ് ക്യാപിറ്റൽ, when there is sudden destruction of capital due to a calamity or disaster or fire loss, that will not be accounted in depreciation elements. Depreciation elements നകത്ത് എന്ത് ചെയ്തില്ല? അത് ഉൾപ്പെടുത്തില്ല. എന്ത് മാത്രമേ വരത്തുള്ളൂ? ഈ പറഞ്ഞ ക്യാപിറ്റൽ സ്റ്റോക്കിന് ഉണ്ടാവുന്ന തേയ്മാനം മാത്രമാണെന്ത് ആസ്പെക്ട്. ആൻഡ് ഈ പറഞ്ഞ GDP, GNP ഈ വാല്യൂയിൽ നിന്ന് തേയ്മാനം കുറയ്ക്കുകയാണെങ്കിൽ, സോ നമുക്കുള്ള GDP, GNP വാല്യൂയിൽ നിന്ന് തേയ്മാനത്തിന്റെ അലവൻസ് കുറയ്ക്കുകയാണെങ്കിൽ we can see we will get NDP and NNP. So when we are deducting GDP നിന്ന് ഡിപ്രീസിയേഷൻ ഓർ തേയ്മാനം കുറയ്ക്കുന്നു, we will get NDP ലഭിക്കുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? NDP ലഭിക്കുന്നു. സോ എന്തിനു വേണ്ടി ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യുന്നത്? നമുക്കറിയാം, ഒരു കൺട്രി 1000 രൂപ ഉത്പാദിപ്പിച്ചു, 1000 രൂപയുടെ ഉൽപ്പന്നം ഉത്പാദിപ്പിച്ചു. GDP എന്ന് പറയുമ്പോൾ സപ്പോസ് 1000 രൂപയാണ്. സോ ഈ പറഞ്ഞ 1000 രൂപയ്ക്കകത്ത് we have used capital goods. നമ്മൾ എന്തിട്ടുണ്ട്? ക്യാപിറ്റൽ ഗുഡ്സ് ഉപയോഗിച്ചാണ് എന്ത് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തത്. 1000 രൂപയുടെ ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്തത് ക്യാപിറ്റൽ ഗുഡ്സിന് സേവനം വാങ്ങിച്ചുകൊണ്ടാണ്. നോക്കുമ്പോ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഗുഡ്സ് 10 വർഷം കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. 10 വർഷം കഴിഞ്ഞിട്ട് we have to replace this capital good. സോ അപ്പൊ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരു വലിയൊരു എമൗണ്ട് അവിടെ കാണിക്കേണ്ടി വരും. എന്ത് ചെയ്യേണ്ടി വരും? വലിയൊരു എമൗണ്ട് കാണിക്കേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ GDP നിന്ന് ഒരു ചെറിയ എമൗണ്ട്, സപ്പോസ് 100 രൂപ അല്ലെങ്കിൽ 10 രൂപ വെച്ച് എന്ത് ചെയ്യുന്നു? എല്ലാ വർഷവും കുറച്ച് 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 പോകുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും. എന്തിനുവേണ്ടി അസ്യൂം ചെയ്യുന്നത്? ക്യാപിറ്റൽ കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ തേയ്മാനം മൂലം നമുക്കറിയാം, ഇപ്പൊ ഒരു മെഷീൻ കേടാവുന്നു, ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ, ആ മെഷീന് ലൈഫ് ടൈമിൽ തേയ്മാനം ഉണ്ടാവും. ഈ തേയ്മാനം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് വേണം? തേയ്മാനം ഉണ്ടാകുമ്പോൾ we have to spend some money
to repair the machine. So ഈ അലവൻസ് പറഞ്ഞാൽ, ഈ ഡിപ്രീസിയേഷൻ അലവൻസ് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ എമൗണ്ട് ഫോർ റിപ്പയറിംഗ് ആണ്. ഈ പറഞ്ഞ തേയ്മാനം ഉണ്ടാകുമ്പോൾ ആ തേയ്മാനം മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിപ്പയർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കാറിന്റെ കാര്യം എടുക്കുക. നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ചേഞ്ച് ദ ഓയിൽ. ഓയിൽ ചേഞ്ച് ചെയ്യണ്ടേ? നമ്മൾ റിക്കറിംഗ് ആയിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലേ? സോ ഈ മെഷീനും എന്ത് ചെയ്യണം? തേയ്മാനം ഉണ്ടാകുന്നല്ലോ. ആ തേയ്മാനം മറികടക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് ടു റിപ്പയർ. ആൻഡ് ആ റിപ്പയറിംഗ് ചാർജ് ആണെന്ത്? ആക്ച്വലി ഡിപ്രീസിയേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ, തേയ്മാനത്തിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ when we are deducting depreciation from GDP, we will get NDP. And when we are deducting depreciation from GNP, we are getting NNP. And നോക്കുക, in the new methodology, ഞാൻ പറഞ്ഞിരുന്നു 2015 നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ മെത്തഡോളജിയിൽ GDP ഈസ് മെഷേർഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ്. ആണല്ലോ? ഞാൻ പറഞ്ഞു GDP മെഷർ ചെയ്യുന്ന ഏത് പ്രൈസിലാണ്? മാർക്കറ്റ് പ്രൈസിലാണ്. GB ആണെങ്കിൽ ബേസിക് പ്രൈസിലാണ്. ആൻഡ് ഹിയർ യു ക്യാൻ സി GDP അറ്റ് മാർക്കറ്റ് പ്രൈസ്. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യാം. വി ക്യാൻ റൈറ്റ് ദിസ് ആസ് NDP at market price equal to GDP at market price minus depreciation. അതുപോലെ NNP at market price equal to GNP at market price minus depreciation. This is the NDP and NNP, net national product. ആ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ, നമ്മുടെ സർക്കാർ, കേന്ദ്ര ഗവൺമെന്റ് അല്ലെങ്കിൽ NSO റിലീസ് ചെയ്യുന്ന ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. സോ ഇൻകം ഈസ് മെഷേർഡ് ആസ് ഫാക്ടർ ഇൻകംസ്. സോ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലെവലാണെന്ത്? നാഷണൽ ഇൻകം പറയുന്നത്. സോ ഓരോന്നും ഓരോ ലെവലിലാണ്. കണ്ടല്ലോ നിങ്ങള്? GVA പ്രൊഡ്യൂസർ ലെവൽ വേണ്ടോ? GVA അറ്റ് ബേസിക് പ്രൈസ്, GDP മാർക്കറ്റ് പ്രൈസ്, നമ്മുടെ കൺസ്യൂമർ എത്ര വിലയ്ക്ക് ആവശ്യം. ആൻഡ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ നാഷണൽ ഇൻകം ഇക്വേഷൻ പറയുന്നത്. ഞാനീ പറഞ്ഞു GDPയും GNPയും എല്ലാം എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ തന്നെ പല വേർഷൻസ് ആണ്. ആൻഡ് ഒഫീഷ്യലി നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്, NNP at factor cost. This is the official equation. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസി ആയിട്ടുള്ള NSO പ്രതിപാദിക്കുന്ന ഒഫീഷ്യൽ ദേശീയ വരുമാനത്തിന്റെ ഇക്വേഷൻ ആണ് NNP at factor cost എന്ന് പറഞ്ഞാൽ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മാർക്കറ്റ് പ്രൈസ് ഫാക്ടർ കോസ്റ്റ് റിലേഷൻ. ഓർമ്മയുണ്ടോ? മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. നമുക്ക് വേണ്ട എന്തായിരുന്നു? ഫാക്ടർ കോസ്റ്റാ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാ, ഇതിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എങ്ങനെ വരും? ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് minus indirect tax plus subsidy. And you can see we can take minus as common. Minus common എടുക്കുവാണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? മൈനസ് ഇൻഡയറക്ട് ടാക്സ് മൈനസ്, കാരണം എന്താ? മൈനസ് 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 പ്ലസ് ആവും, മൈനസ് പ്ലസ് മൈനസ് ആവും. സോ NNP at factor cost equal to NNP at market price minus indirect tax plus subsidies. ഈ ഇക്വേഷൻ കാണാപിടിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു നോ ദ കൺസെപ്റ്റ്, there is no need to by heart it. നിങ്ങൾക്ക് എന്താ അല്ല എഴുതാൻ പറ്റും. റീസെന്റ് നടന്ന കേരള PSC മെയിൻസ് എക്സാമിന് ഈ പറഞ്ഞ ഇക്വേഷൻ ചോദ്യം ഉണ്ടായിരുന്നു. മാർക്കറ്റ് പ്രൈസ്, ബേസിക് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്
ബന്ധപ്പെട്ട ചോദ്യങ്ങൾ റീസെന്റ് നടന്ന PSC എക്സാമിന് ചോദിച്ചിരുന്നു ഡിഗ്രി ലെവൽ എക്സാമുകൾ. ഇൻ ദ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിംസ് എക്സാമിൽ ചോദ്യം ഉണ്ടായിരുന്നു, അതുപോലെ മെയിൻസിലും ഉണ്ടായിരുന്നു. സോ ഇൻ ദ ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ആൻഡ് മെയിൻസ് എക്സാം, the same equation was asked by Kerala PSC, and this can be seen in +2 NCERT also. നിങ്ങൾ +2 NCERT നോക്കുകയാണെങ്കിൽ +2 NCERT-യിലും ഈ പറഞ്ഞ ഇക്വേഷൻ കാണാൻ കഴിയും. സോ NNP at factor cost എന്ന് പറഞ്ഞാൽ NNP at market price മൈനസ് indirect tax plus subsidies, അല്ലെങ്കിൽ NNP at market price minus of indirect tax minus subsidy. And ഈ പറഞ്ഞ നാഷണൽ ഇൻകവും we can measure using base year price അതുപോലെ current year price. So base year price മെഷർ ചെയ്യുകയാണെങ്കിൽ it is called as national income at constant price. അതായത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത GDP മുതൽ we have to calculate nominal GDP. Sorry, we have to calculate real GDP, then real GNP. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം we can measure national income at constant price or base year price. And if you are measuring nominal GDP, അതുവരെ നമുക്ക് എന്ത് കിട്ടും? We can measure national income at current price. National income at current price. So this is about the equation of national income. And next is per capita income. ആളോഹരി വരുമാനം എന്നൊക്കെ പറയാം വേണമെങ്കിൽ. Per capita income, വ്യക്തിഗത വരുമാനം, വ്യക്തിഗത ദേശീയ വരുമാനം, per capita national income. It is equal to national income by population. നമ്മൾ നേരത്തെ കിട്ടിയ ദേശീയ വരുമാനം ഈ ഒഫീഷ്യൽ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കൺട്രിയുടെ പോപ്പുലേഷനുമായിട്ട് ഹരിക്കുന്നു. So we can see national income by population is equal to per capita national income. Per capita national income. Next term ആണ് items not included in national income. ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ. സോ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്. നമ്മൾ പറഞ്ഞു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആണ്. സോ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്യില്ല. അതുപോലെ ട്രാൻസ്ഫർ പേയ്മെന്റ്സ് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന യൂണിലാറ്ററൽ പേയ്മെന്റ്സ്, ഫോർ എക്സാമ്പിൾ സോഷ്യൽ വെൽഫെയർ പെൻഷൻസ്, സ്കോളർഷിപ്പ്, അൺഎംപ്ലോയ്മെന്റ് അലവൻസ്, ഡൊണേഷൻസ്, ഗിഫ്റ്റ്, ഇതൊക്കെ എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. കാരണം ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ പ്രധാനമായി നോക്കുന്നത്? there should be some economic activity. എന്തുണ്ടാവണം? ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാവണം, ഒരു നിർമ്മാണ പ്രവർത്തനം ഉണ്ടാവണം. ഇപ്പൊ സർക്കാർ സ്കോളർഷിപ്പ് കൊടുക്കുന്നു, അല്ലെങ്കിൽ സർക്കാർ ഈ പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നു. ഏത് പെൻഷനാ? സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നു. സോ ഈ പെൻഷൻ വാങ്ങുന്നവര് സർക്കാരിന് വേണ്ടി ഒരു സേവനം ചെയ്തവരല്ല. ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റ്. മറിച്ച് വെൽഫെയർ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടി ഗവൺമെന്റ് കൊടുക്കുന്നതാണ് എന്ത്? സാമൂഹ്യ പെൻഷനുകൾ. സോ വി ക്യാൻ സേ ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. അതുപോലെ നിങ്ങൾ പറഞ്ഞു ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഓൾ ഗുഡ്സ്, സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ്, അതിന്റെ വിൽപ്പന ഇവിടെ വരില്ല, നാഷണൽ ഇൻകത്തിൽ വരത്തില്ല. പക്ഷേ if there is any firm which performs this sale, ഒരു സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുന്ന ഒരു ഫേം ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനെന്ന് പറഞ്ഞല്ലോ ഈ പ്രീ ഓൺഡ് കാർ ഷോറൂം. സോ ഈ പ്രീ ഓൺഡ് കാർ ഷോറൂം ഇറ്റ്സ് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം ആണ്. നേരെ മറിച്ച് എന്റെ കാർ ഞാൻ വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനം എന്ത് ചെയ്യത്തില്ല? നാഷണൽ ഇൻകത്തില് ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം എന്താ? ഓൾറെഡി ഈ കാറിന്റെ വാല്യൂ നമ്മൾ എടുത്താണ്. കാർ ഉത്പാദിപ്പിച്ചത് മുന്നത്തെ വർഷമായിരിക്കും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാൻഡ് ഗുഡ്സിന്റെ വാല്യൂ എടുക്കില്ല. അതുപോലെയാണ് വിൻഫോൾ ഗെയിൻസ്. സോ ഇന്നലെ എല്ലാവരും ഒരു 2:30 തൊട്ട് ഒരു 4 മണി വരെ എല്ലാവരും വാർത്ത അല്ലെങ്കിൽ യൂട്യൂബ് ആയിരിക്കും. ഇന്നലെ ആയിരുന്നു നമ്മുടെ ഓണം ബമ്പർ നറുക്കെടുപ്പ്. ആർക്കും അടിച്ചോ? നമ്മുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടോ?
എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ട്രീറ്റ് ഉണ്ടേ, പറയാണ്ടിരിക്കണ്ട. ആ, വെരി ഗുഡ്. സോ നമുക്ക് എല്ലാവർക്കും ആൻസിമേമന്റെ വകയായിട്ട് ട്രീറ്റ് ഉണ്ടാവും. നേരത്തെ 1000 രൂപ അടിച്ചെന്ന് പറയുന്നു. 4 പേര് ഷെയർ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, 250 രൂപ കിട്ടിയല്ലോ. സോ വി ആർ എക്സ്പെക്ടിങ് നമ്മളൊരു സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാം, നമുക്ക് ട്രീറ്റ് ചെയ്യാം. വേറെ ആർക്കും ഇല്ല? സാർ അടിച്ചില്ല, എടുത്തില്ല. ഞങ്ങള് പണിയെടുത്ത് ജീവിക്കുന്നവരാണ് സാർ. ഞങ്ങള് ലോട്ടറി എടുക്കാം. വേറെ ഉണ്ടല്ലോ ചിലര് ലോട്ടറി നമുക്ക് വേണ്ട, നമുക്ക് അധ്വാനം, അതാണ് നമ്മുടെ. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ എടുത്തിരുന്നു, അടിച്ചില്ല. ഒരു നമ്പറിന് പോയി, ഒന്നും കിട്ടിയില്ല. വെച്ചാൽ 500 കിട്ടുന്ന വിചാരിച്ചു, അത് കിട്ടിയില്ല. അതൊരു നമ്പറിന് പോയി, തിരിഞ്ഞു പറഞ്ഞു പോയി. വെച്ചാൽ 0992 രണ്ടാം നമ്പർ, അത് 0692 ഉണ്ട്, 0962 ഉണ്ട്. തിരിഞ്ഞു പറഞ്ഞുണ്ട് 5000 ഉണ്ട്, ഈ പറഞ്ഞ 2000 അങ്ങനെ എന്തോ വാല്യൂ. എടുത്തു നോക്കി, അടിച്ചില്ല. അങ്ങനെ അതിപ്പോ ഗൂഗിൾ പേ ഉണ്ടല്ലോ, ഗൂഗിൾ പേ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്ക്രാച്ച് ചെയ്യുമ്പോൾ എല്ലാം കിട്ടുന്നത് ബെറ്റ് ലക്ക് ടൈം ആണ്. പണ്ട് ഒരു കിട്ടുമല്ലോ, ഇപ്പൊ അതുമില്ല. എനിവേ, നോക്കുവാണെങ്കിൽ ഇതുപോലുള്ള ലോട്ടറി ഇൻകം എന്താണ്? നമുക്ക് കിട്ടുന്ന സഡൻ ആയിട്ടുള്ള ഒരു ഇതല്ലേ, സഡൻ ആയിട്ടുള്ള ഇൻകം ആണ്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് നാഷണൽ ഇൻകം. സോ വിൻഫോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ, സഡൻ പേയ്മെന്റ് ഓ സഡൻ സോ വിൻഫോൾ ഗെയിൻ എന്ന് പറഞ്ഞാൽ സഡൻ ഗെയിൻ ഓ സഡൻ, അല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം റിസീവ് ഓൾ ഓഫ് സഡൻ, പെട്ടെന്ന് ഒരു കുറെ പൈസ കിട്ടുന്നു. വെച്ചാൽ ജോലി ചെയ്തതിന്റെ അല്ല, വർക്ക് ചെയ്തതിന്റെ അല്ല, പക്ഷെ പെട്ടെന്ന് വിത്തൗട്ട് എനി വർക്ക്, വിത്തൗട്ട് എനി ജോബ്, വിത്തൗട്ട് എനി, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു ജോലി ചെയ്തിട്ടില്ല, അല്ലെ ഞാനൊരു സാമ്പത്തിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടില്ല, പക്ഷെ എന്താ, ഓൾ ഓഫ് എ സഡൻ എനിക്ക് എന്ത് കിട്ടുന്നു, ഒരു ഹൈ എമൗണ്ട് ഓഫ് മണി റിസീവ് ചെയ്യുന്നു. അതിന് പറയുന്നതാണ് എന്ത്, വിൻഫോൾ ഗെയിൻസ് പറഞ്ഞ. സോ ഓൾ ഓഫ് എ സഡൻ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന സഡൻ ഗെയിൻസ്, സഡൻ ഇൻകം, അതിന് പറയുന്നതാണ് എന്ത്, വിൻഫോൾ ഗെയിൻ. സോ ഇഫ് എ പേഴ്സൺ റിസീവ്സ് huge chunk of money or huge sum of money all of a sudden without engaging in economic activity, such gain can be called as windfall gain, lottery income, and that is also not included under national income. പിന്നെ ബ്ലാക്ക് മണി, ഓഫ് കോഴ്സ് നമ്മുടെ ഈ പറഞ്ഞ കള്ളപ്പണം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് നോട്ട് ഇൻക്ലൂഡ് അണ്ടർ നാഷണൽ ഇൻകം. ദെൻ വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്. സോ നമ്മൾ നോക്കുക, നമ്മുടെ വീട്ടില് നമ്മുടെ വൈഫ് ജോലി ചെയ്യുന്നുണ്ടാവും, അതായത് നമ്മുടെ അമ്മ എന്ത് ചെയ്യുന്നുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും. അടുക്കളയിൽ പാചകം ചെയ്യുന്നു, തുണി നനച്ചിടുന്നു, ക്ലീൻ ചെയ്യുന്നു, മുറ്റടിക്കുന്നു, ഇതൊക്കെ ആയിരിക്കും ജോലി. സോ ഈ പറഞ്ഞ ജോലി, അല്ലെങ്കിൽ നോക്കുവാണെങ്കിൽ കെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ ഒരാൾ വെയ്യാണ്ട് നടക്കുന്നു, ആരായിരിക്കും പരിചരിക്കുന്നത്? വുമൺ ആണ് പരിചരിക്കുന്നത്. സോ നോക്കുവാണെങ്കിൽ കെയർ എക്കണോമി എന്ന് പറയുമ്പോൾ തന്നെ പ്രധാനമായും നമ്മുടെ മനസ്സിൽ വരുന്നത് വുമൺ ബേസ് ആയിരിക്കും. സോ വുമൺ ഈസ് ദ മെയിൻ എന്താണ് ടോർച്ച് ബെയറേഴ്സ് ഓഫ് ദിസ് കെയർ ആയാലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡേ ടു ഡേ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ചെയ്യുന്ന എല്ലാം വുമൺ ആണ്. സോ ഈ പറഞ്ഞ ജോലിക്ക് സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഹൗസ് വൈഫ് എന്ത് കിട്ടുന്നില്ല, ദേ ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്, റൈറ്റ്? എന്നാൽ ഇതേ സെയിം ജോലി ഈ പറഞ്ഞ നമ്മുടെ ഹൗസ് വൈഫ് ഒരു ഹോട്ടലിൽ പോയി ചെയ്യാന്ന് വെച്ചോ, ഒരു ഹോട്ടലിൽ പോയിട്ട് കുക്ക് ചെയ്യുന്നു, ഒരു ഹോട്ടലിൽ പോയിട്ട് ഈ പറഞ്ഞ ക്ലീൻ ചെയ്യുന്നു, ദേ വിൽ ഗെറ്റ് പെയ്ഡ്, റൈറ്റ്? അതിന് പൈസ കിട്ടും. എന്നാൽ വീട്ടിൽ ചെയ്യുന്ന പണിക്ക് എന്ത് ചെയ്തിട്ടില്ല, അവർക്ക് ഈ പറഞ്ഞ വരുമാനം, ഈ പറഞ്ഞ ശമ്പളം ലഭിക്കില്ല. സോ വി ക്യാൻ സി വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നാഷണത്തില് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല. ഇക്കാലത്ത് കുഴപ്പമാണ്. നിലവിലെ അക്കൗണ്ടിംഗ് മെത്തേഡ് അനുസരിച്ച്, നിലവിലുള്ള അക്കൗണ്ടിംഗ് പ്രാക്ടീസ് അനുസരിച്ച്, വി കനോട്ട് ഇൻക്ലൂഡ് ദ വർക്ക് ഡൺ ബൈ ഹൗസ് വൈഫ്സ്. കാരണം അതും എന്താ, ഈ പറഞ്ഞ ആക്ടിവിറ്റി ആണ്, പക്ഷെ എക്കണോമിക് ആക്ടിവിറ്റി പരിഗണിക്കുന്നില്ല. വി ആർ നോട്ട് കൺസിഡർ ഇറ്റ് ആസ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. കാരണം സെയിൽ നടക്കുന്നില്ല, there is no sale, there is no economic transaction. So work done by house wife is also not included under national. The next term ആണ് personal income. So personal income, so നേരത്തെ പറഞ്ഞ എന്തായിരുന്നു, പെർ ക്യാപിറ്റ ഇൻകം ആണ്. പെർ ക്യാപിറ്റ എന്താ, നമ്മുടെ ഇന്ത്യയിലെ ആൾ ഓഹരി ദേശീയ വരുമാനമാണ്.
വിച്ച് മീൻസ് ദേശീയ വരുമാനത്തെ കൺട്രിയുടെ ജനസംഖ്യയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത് ആൾ ഓഹരി ദേശീയ വരുമാനം ഓർ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. പെർ ക്യാപിറ്റ പെർ പേഴ്സൺ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ പെർ പേഴ്സൺ ഓർ പെർ ക്യാപിറ്റ നാഷണൽ ഇൻകം. അടുത്ത എന്താണ് പേഴ്സണൽ ഇൻകം. സോ പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് നാഷണൽ ഇൻകം or it is something more than national income which is actually obtained by all households in a country. നമ്മുടെ കൺട്രിയിലുള്ള ഹൗസ് ആക്ച്വലി ലഭിക്കുന്ന നാഷണൽ ഇൻകം പാർട്ടാണെന്നില്ല. ഇറ്റ് മേ ബി സംടൈംസ് മോർ ദാൻ നാഷണൽ ഇൻകം. അതായത് ഒരു കൺട്രിയിൽ മൊത്തം അക്യുമുലേറ്റ് ചെയ്ത ദേശീയ വരുമാനത്തെക്കാൾ ചിലപ്പോൾ എന്ത് ചെയ്യാം പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ കൂടാം. ഞാൻ അതിലൊക്കെ വരാം. സോ പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താ? പേഴ്സണൽ ഇൻകം മീൻസ് ഇറ്റ് ഈസ് ദ ഇൻകം നാഷണൽ ഇൻകം എന്നല്ല, ഇറ്റ് ഈസ് ദ ഇൻകം വിച്ച് ഈസ് ആക്ച്വലി ഒബ്റ്റേൺഡ് ബൈ ഹൗസ് ഹോൾഡ്സ് ഇൻ എ കൺട്രി. ഒരു ഹൗസ് ഹോൾഡില് നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക്, ഒറ്റ ഹൗസ് ഹോൾഡ് അല്ല, ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക് ക്യുമുലേറ്റീവായിട്ട് കിട്ടിയ ടോട്ടലായിട്ട് കിട്ടിയ എത്രയാണ് വരുമാനം, അതാണ് എന്ത് പേഴ്സണൽ ഇൻകം ഓർ വ്യക്തിഗത വരുമാനം എന്ന് പറയാം. വ്യക്തിഗത വരുമാനം എന്ന് മലയാളത്തിൽ പറയാം. സോ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ ടേം മാറിപ്പോയി കേട്ടോ. പെർ ക്യാപിറ്റ എന്ന് വെച്ചാൽ ആൾ ഓഹരി ഇൻകം ആണ്, വ്യക്തിഗതമല്ല. ഇവിടെ എന്താണ് പേഴ്സണൽ ഇൻകം ഓർ വ്യക്തിഗത വരുമാനം. സോ യു ക്യാൻ സി പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് സം ഇൻകം which is received by household which is not a part of national income. So വ്യക്തിഗത വരുമാനം അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടാത്ത ചില ഇൻകം ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ദേശീയ വരുമാനത്തിലുള്ള ചില കാര്യങ്ങൾ പേഴ്സണൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയില്ല. ശ്രദ്ധിച്ചു വെക്കുക. ഇതാ പറഞ്ഞേ, പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ it is the actual income. It is the actual income which is obtained by all households in a country. നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം ഹൗസ് ഹോൾഡുകൾക്ക് ക്യുമുലേറ്റ് ചെയ്യാൻ ലഭിച്ച വരുമാനമാണ് പേഴ്സണൽ ഇൻകം. And in this personal income, we may add some elements which is not a part of national income. ദേശീയ വരുമാനത്തിന്റെ ഭാഗമല്ലാത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. അതുപോലെ we may subtract some elements which is a part of national income. For example, നമ്മൾ നേരത്തെ കണ്ടതാണ് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലേ? നമ്മുടെ സർക്കാർ കൊടുക്കുന്ന സാമൂഹ്യക്ഷേമ പെൻഷനുകൾ, സ്കോളർഷിപ്പ്, ഗിഫ്റ്റ്, ഡൊണേഷൻസ്. സോ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പൈസ ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്തില്ല. കാരണം എന്താ? ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി നിർബന്ധമാണ്. എന്നാൽ ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് എങ്ങോട്ടാ പോകുന്നത്? ഇത് ഹൗസ് ഹോൾഡാണ്. ഹൗസ് ഹോൾഡുള്ള ആളുകളിലേക്കാണ് എന്ത് ഈ പറഞ്ഞ പെൻഷൻ ആയാലും ഈ പറഞ്ഞ സ്കോളർഷിപ്പ് ആയാലും പോകുന്നത്. സോ നോക്കുമ്പോൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ട്രാൻസ്ഫർ പേയ്മെന്റ് നമ്മൾ ആഡ് ചെയ്യണം. സോ ഇൻ പേഴ്സണൽ ഇൻകം we will be adding transfer payment along with the national income. നാഷണത്തിനൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇൻകം ആഡ് ചെയ്യുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ കണ്ടതാണ് in national income there is consideration of factors of production. Factors of production കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിലൊരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയിരുന്നു എന്റർപ്രണർ. അത് നോക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു entrepreneur receives profit from firm. നമ്മുടെ ഫേമിൽ നിന്ന് ഓണ്ടർപ്രണറിന് ലാഭം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ എക്കണോമിയിൽ ജനറേറ്റ് ചെയ്ത എല്ലാ ലാഭവും എന്ത് ചെയ്യത്തില്ല? നമ്മുടെ ഫേം ഓണ്ടർപ്രണറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. സോ വി ക്യാൻ സി ഇൻ നാഷണൽ ഇൻകം പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഇൻക്ലൂഡ് ആണ്.
ദേശീയ വരുമാനം എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ്സ് ഓഫ് ഫേംസ് ഇൻക്ലൂഡ് ആണ്. എന്നാൽ നമ്മൾ എന്താ പറഞ്ഞേ, വൈൽ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം വി അസ്യൂം ദാറ്റ് ഈ പ്രോഫിറ്റ് എല്ലാം ഓൺടർപ്രണറിന് ലഭിക്കുന്നതാണ് നമ്മൾ എന്ത് അസ്യൂം ചെയ്യുന്നത്. എന്നാൽ ആക്ച്വലി എന്താ, ആക്ച്വലി എല്ലാ പ്രോഫിറ്റും ഓൺടർപ്രണറിന് ലഭിക്കുന്നില്ല. എന്ത് ചെയ്യുന്നു, ബിസിനസ് ഫേം will kept aside a portion of profit for future expansion. ഭാവിയിലേക്കുള്ള എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേം എന്ത് ചെയ്യും, കുറച്ച് പ്രോഫിറ്റ് മാറ്റിവെക്കും. ആൻഡ് അതിന് പറയുന്നതാണ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. സോ നോക്കുമ്പോ എന്താ, ഈ പറഞ്ഞ പ്രോഫിറ്റ് എവിടെ പോകുന്നില്ല, എൻടർപ്രണറിലേക്ക് പോകുന്നില്ല, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിലേക്ക് പോകുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. സോ നമ്മൾ വരച്ച ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടേബിളിനകത്ത് ഹൗസ് ഹോൾഡ് ഫേമും ഉണ്ട്. ആൻഡ് ഫേം ഈസ് ഡിസ്ട്രിബ്യൂട്ടിങ് പ്രോഫിറ്റ് എന്നാ പറഞ്ഞത്. എന്നാൽ ഈ പ്രോഫിറ്റ് നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് ആൻഡ് അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഈ സാധനം എന്താ, ഫേം കൊടുക്കത്തില്ല. സപ്പോസ് 100 രൂപ ലാഭം കിട്ടിയെങ്കിൽ 50 രൂപ ഓൺടർപ്രണറിലേക്ക് പോകും, വിച്ച് മീൻസ് ഹൗസ് ഹോൾഡിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ 50 രൂപ എന്ത് ചെയ്യുവാണ്, ഫേം സ്വമേധയാ കീപ്പ് ചെയ്യുകയാണ് ഫോർ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ്. സോ ദേശീയ വരുമാനത്തിൽ എന്താണ്, ഈ പ്രോഫിറ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. എന്നാൽ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഇൻകം. എത്രയാണ് ഹൗസ് ഹോൾഡിന് ആക്ച്വലി കിട്ടുന്ന ഇൻകം എന്നാ പറഞ്ഞത്, പേഴ്സണൽ ഇൻകം, വ്യക്തിഗത വരുമാനം എന്നാ പറഞ്ഞത്. സോ അതിൽ എന്ത് വരുന്നേ, അതില് ഇത് മാത്രമേ വരത്തുള്ളൂ, ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് മാത്രമേ വരത്തുള്ളൂ. ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് വരുമോ, ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ദേശീയ വരുമാനത്തിൽ നിന്ന് we need to deduct this undistributed profit. അതുപോലെ നമ്മൾ എന്ത് ആഡ് ചെയ്തിരുന്നു, നേരത്തെ ട്രാൻസ്ഫർ പേയ്മെന്റ് ആഡ് ചെയ്തു. കാരണം നേരത്തെ കൺസിഡർ ചെയ്ത എക്സാമ്പിളിനകത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മാത്രമേ കിട്ടിയുള്ളൂ ഹൗസ് ഹോൾഡിന്. എന്നാൽ അത് കൂടാതെ എന്തുണ്ട്, പുറമെ നിന്ന് ഗവൺമെന്റ് പൈസ കൊടുത്തു, അത് നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്തു ട്രാൻസ്ഫർ പേയ്മെന്റ് ആയിട്ട്. അതുപോലെ നമ്മുടെ ഹൗസ് ഹോൾഡ്, ഈ പറഞ്ഞ ഹൗസ് ഹോൾഡുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദേ യൂസ് ടു ടേക്ക് ലോൺസ്. എന്ത് ചെയ്യാറുണ്ട്, ലോൺ എടുക്കാറുണ്ട്. ഇപ്പം ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ സ്വകാര്യ മേഖല വർക്ക് ചെയ്യുന്നതായാലും they should take loans from the government or the company. ഇപ്പൊ സ്വകാര്യ മേഖല, പ്രൈവറ്റ് മേഖല വർക്ക് ചെയ്യുന്ന ആള് എന്ത് ചെയ്യാം, കമ്പനിയിൽ നിന്ന് അഡ്വാൻസ് എടുക്കാം. അതുപോലെ ഗവൺമെന്റ് ആണെങ്കിലും വി ക്യാൻ ടേക്ക് ലോൺസ് ഫ്രം PF, റൈറ്റ്, അറിയാമായിരിക്കുമല്ലോ, പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് ലോൺ ഓപ്ഷൻ ഉണ്ട്. എന്നാൽ കുഴപ്പമെന്ന് വെച്ചാൽ ആഫ്റ്റർ ടേക്കിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ എമൗണ്ടിന് മേലെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ പേ ചെയ്യണം. ആൻഡ് ആ ഇൻട്രസ്റ്റ്, നമ്മളൊരു ജോലിക്ക് പോയി, നമ്മൾ വർക്ക് ചെയ്യാൻ പോയി, നമ്മൾ സപ്പോസ് സെക്രട്ടറി വർക്ക് ചെയ്തു, എംപ്ലോയി എ, ഇയാളെ സെക്രട്ടറി വർക്ക് ചെയ്യാണ്. സോ അയാൾ എന്ത് ചെയ്തു, PF നിന്ന് ലോൺ എടുത്തിട്ട് സിൻസ് ഹീസ് എ ലേബർ ഹീസ് എലിജിബിൾ ഫോർ വേജ്. എന്നാൽ എൻ്റെ വേജ് അയാൾക്ക് ലഭിക്കില്ല. അയാൾ ലോൺ എടുത്ത ആ ലോൺ എമൗണ്ടിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, അയാളുടെ വേജിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. സപ്പോസ് അയാളുടെ വേജ് 100 രൂപയാണെങ്കിൽ അത്ര ഇൻട്രസ്റ്റ് കുറച്ച് ബാക്കി 90 രൂപ എന്തുള്ളൂ അയാൾക്ക് ലഭിക്കുള്ളൂ. നോക്കുവാണെങ്കിൽ ദേശീയ വരുമാനത്തിൽ നോക്കുമ്പോൾ എന്താ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, ഈ വ്യക്തിക്ക് 100 രൂപ കിട്ടാൻ അസ്യൂം ചെയ്യും. ഈ നാഷണൽ ഇൻകം വി അസ്യൂം ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് റിസീവിംഗ് എൻ്റെ 100 rupees ആസ് വേജ്. എന്നാൽ ഈ ആക്ച്വൽ സിനാരിയോ അങ്ങനല്ല. അയാൾക്ക് ശമ്പളം കിട്ടുമ്പോൾ തന്നെ, അയാൾക്ക് വേജ് കിട്ടുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് കുറച്ചിട്ടാണ് എന്ത് അയാൾക്ക് കിട്ടുന്നത്. കമ്പനിയിൽ നിന്നാണെങ്കിലും ഗവൺമെന്റിൽ നിന്നാണെങ്കിലും ഹി വിൽ ഗെറ്റ് ദ വേജ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ഇൻട്രസ്റ്റ് ഫോർ ദ ലോൺ. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, ഗവൺമെന്റ് പബ്ലിക്കിൽ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, കടം വാങ്ങാറുണ്ട്. സോ ഗവൺമെന്റ് പബ്ലിക്കിൽ നിന്ന് കടം വാങ്ങുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ കാണുന്ന
ട്രഷറി ബിൽസ് കേട്ടോ നിങ്ങള് കടപ്പത്രം ഇറക്കി. പിന്നെ പഠിക്കും നമ്മള് when we discuss money and banking we will elaborate ഈ പറഞ്ഞ ട്രഷറി ബിൽ എന്താണെന്ന് നമ്മൾ പറയും. സോ കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും വിപണിയിൽ എന്ത് ചെയ്യാറുണ്ട്? കടം വാങ്ങാറുണ്ട്. ഈ കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യണം? സർക്കാർ പബ്ലിക്കിന് എന്ത് ചെയ്യണം? പലിശ കൊടുക്കണം. സോ വെൻ ഗവൺമെന്റ് ബോറോസ് മണി ഫ്രം പബ്ലിക്, ഇൻട്രസ്റ്റ് എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. ഗവൺമെന്റ് കടം വാങ്ങുമ്പോൾ ഇൻട്രസ്റ്റ് എങ്ങോട്ട് പോകും? പബ്ലിക്കിൽ നിന്ന് ഗവൺമെന്റിലേക്ക് പോകും. സോ വി ക്യാൻ സി ഫ്രം നാഷണൽ ഇൻകം നമ്മൾ ആദ്യം എന്ത് കുറച്ചു? പ്രോഫിറ്റ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റിഡ്യൂസ് ചെയ്തു. ദെൻ ട്രാൻസ്ഫർമെന്റ് ആഡ് ചെയ്തു. പിന്നെ we have to deduct the interest payment of household. നമ്മുടെ ഹൗസ് ഹോൾഡിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കാരണം എന്താ? ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകത്തിനകത്ത് അവർക്ക് കിട്ടുമോ? അവർക്ക് എന്ത് ചെയ്യത്തില്ല? ഈ പറഞ്ഞ ഇൻട്രസ്റ്റ് കുറച്ച് ശേഷം കിട്ടുന്നേ, അവർക്ക് കയ്യിലേക്ക് കിട്ടുന്നില്ല. they will not get this interest in their hand. So ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. ഇനിയും ഈ പറഞ്ഞ കമ്പനി, ഈ ഫേം ഉണ്ട്, ഈ ഫേം ലാഭം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു ടു എന്റർപ്രണർ. അതുപോലെ ഈ ഫേം ഈസ് സപ്പോസ് ടു പേ കോർപ്പറേറ്റ് ടാക്സ് ആൾസോ, ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് ഈസ് ലെവിഡ് ആസ് എ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഈ കമ്പനിയുടെ ലാഭത്തിന്റെ ഒരു ഷെയർ ആണെന്ത്? നികുതിയായിട്ട് എന്ത് ചെയ്യുന്നത്? അടയ്ക്കുന്നത്. സോ അതായത് ഈ കമ്പനിക്ക് 100 രൂപ ലാഭം കിട്ടി, അതിൽ 10 രൂപ ടാക്സ് പേ ചെയ്തു. ബാക്കി 90 രൂപയില് 40 രൂപ കമ്പനി എന്ത് ചെയ്തു? കീപ്പ് ചെയ്തു ഫോർ ഇൻവെസ്റ്റ്മെന്റ്. 50 രൂപ എന്ത് ചെയ്തു? കമ്പനി ഓണ്ടർപ്രണറിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. സോ വി ക്യാൻ സി ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സും നമ്മൾ എന്ത് ചെയ്യണം? നാഷണൽ ഇൻകത്തിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം in order to obtain personal income. So പേഴ്സണൽ ഇൻകം പറഞ്ഞ എന്താ? ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഇൻകം. നമ്മുടെ ഇന്ത്യയിലെ ഹൗസ് ഹോൾഡുകൾക്ക് ആക്ച്വലി എത്ര ഇൻകം ആണ് ലഭിക്കുന്നത്, അതാണെന്ത്? പേഴ്സണൽ ഇൻകം. സോ നോക്കുമ്പോ പേഴ്സണൽ ഇൻകം വിൽ നോട്ട് ബി ഈക്വൽ ടു നാഷണൽ ഇൻകം. ദേശീയ വരുമാനവും പേഴ്സണൽ ഇൻകം എന്തായിരിക്കത്തില്ല? തുല്യമായിരിക്കില്ല. ഇൻ ആക്ച്വൽ കേസ് നമുക്ക് തിയറിറ്റിക്കലി പറയാം എന്താ? പേഴ്സണൽ ഇൻകവും നാഷണൽ ഇൻകം ഒക്കെ എന്താ? തുല്യമെന്ന് പറയാം ഇൻ തിയറി. ബട്ട് ഇൻ നാഷണൽ കേസ് അങ്ങനെയാണോ? അല്ല. അതിന് കാരണം എന്താ? നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ദേശീയ വരുമാനം കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ അസ്യൂമിങ് സം അസംഷൻസ്. നമ്മൾ ചില അസംഷൻ എടുക്കാറുണ്ട്. ലൈക്ക് ഹൗസ് ഹോൾഡും ഫേം മാത്രമേ ഉള്ളൂ എന്നൊക്കെ അസ്യൂം ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്പനികളുടെയും ഇൻഡിഫറൻസ് നമ്മൾ എന്താ പൊതുവെ ഒഴിവാക്കുന്നുണ്ട്. സോ നാഷണൽ കേസ് നോക്കുമ്പോൾ ദേശീയ വരുമാനത്തിനകത്ത് നമ്മൾ ട്രാൻസ്ഫർമെന്റ് ആഡ് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് റെഡ്യൂസ് ചെയ്യണം, അതുപോലെ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യണം, അതുപോലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് റെഡ്യൂസ് ചെയ്യണം. അതായിരിക്കും എന്ത്? ഹൗസ് ഹോൾഡിലേക്ക് ആക്ച്വലി വരുന്ന പൈസ. ഓക്കെ, ഹൗസ് ഹോൾഡിലേക്ക് ആക്ച്വലി വരുന്ന അതാണെന്ത്? പേഴ്സണൽ ഇൻകം. മറ്റൊന്നാണ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. എന്താണ്? പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. സോ ഇക്വേഷൻ നോക്കൂ. പേഴ്സണൽ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം മൈനസ് undistributed profit minus net interest payment made by household minus corporate tax plus transfer payment to household. Then അടുത്താണ് disposable income. So disposable income എന്ന് പറയുമ്പോൾ it is the actual amount of money that the household can spend. മറ്റെന്താ പറഞ്ഞേ? എത്രയാണ് പൈസ ഹൗസ് ഹോൾഡിലേക്ക് വരുന്നത്. അടുത്തെന്താ പറഞ്ഞേ? എത്രയാണ് ഹൗസ് ഹോൾഡിന് ചെലവാക്കാൻ കഴിയുന്നത്. ദ എമൗണ്ട് ഓഫ് മണി ദാറ്റ് എ ഹൗസ് ഹോൾഡ് ക്യാൻ സ്പെൻഡ്, ആക്ച്വലി സ്പെൻഡ് ഇൻ ദ എക്കണോമി. വിപണിയിൽ ചെലവാക്കാൻ കഴിയുന്ന പൈസ, അതാണെന്ത്? ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറഞ്ഞ. ആൻഡ് ഫ്രം പേഴ്സണൽ ഇൻകം വി ഹാവ് ടു ഡിഡക്ട്
ദ ഡിറക്റ്റ് ടാക്സ് പേയ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സ് പേയ്മെന്റ്. പിന്നെ നോൺ ടാക്സ് പേയ്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് സപ്പോസ് 100 രൂപ വരുമാനമുണ്ട്. സോ പേഴ്സണൽ ഇൻകം എന്ന് പറയുമ്പോൾ സപ്പോസ് ഇറ്റ് ഈസ് 100 രൂപയാണ്. എന്നാൽ എന്റെ 100 രൂപ എന്ത് ചെയ്യാൻ പറ്റില്ല? എനിക്ക് എക്കണോമിക് സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. ഇതിലൊരു ഷെയർ സർക്കാർ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് ആയിട്ട്, ആദായ നികുതിയായിട്ട് എന്റെ നിന്ന് വാങ്ങും. സപ്പോസ് 5 രൂപ എന്ത് ചെയ്തു? ഇൻകം ടാക്സ് ആയിട്ട് പേ ചെയ്തു. അത് മാത്രമല്ല, ഗവൺമെന്റ് മേ കളക്ട് സം ഫൈൻസ്, പെനാൽറ്റി. ഇപ്പൊ ഞാൻ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നു, ഗവൺമെന്റ് എന്ത് ചെയ്യാൻ? എനിക്ക് എന്റെ മേലെ ഫൈൻ ഈടാക്കാം. എന്റെ മേലെ ഗവൺമെന്റ് ഫൈൻ ഈടാക്കുന്നു. സപ്പോസ് 10 രൂപ ഫൈൻ ഈടാക്കി. വിച്ച് മീൻസ് 100 രൂപയാണെന്ത്? എന്റെ പേഴ്സണൽ ഇൻകം. ഞാൻ ഉൾപ്പെടെയുള്ള ഹൗസ് ഹോൾഡിലേക്ക് വന്ന എത്രയാണ്? 100 രൂപയാണ്. എന്നാൽ എന്റെ 100 രൂപ ഐ കനോട്ട് സ്പെൻഡ്. ആ 100 രൂപയില് 5 രൂപ ടാക്സ് ആയിട്ട് പോയി. 10 രൂപ നോൺ ടാക്സ് അല്ലെങ്കിൽ ഫൈൻ ഓർ പെനാൽറ്റി കൊടുക്കാനായിട്ട് പോയി. ബാക്കി 85 രൂപയുള്ളത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആണോ? ദാറ്റ് ഈസ് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം. സോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനോട് പറയാം. സപ്പോസ് ഒരു കൺട്രിയുടെ ദേശീയ വരുമാനം 1000 രൂപ. അതില് 100 രൂപ മാറ്റിവെച്ചു. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് 100 രൂപ മാറ്റിവെച്ചു. കോർപ്പറേറ്റ് ടാക്സ് ആയിട്ട് 100 രൂപ മാറ്റിവെച്ചു. ട്രാൻസ്ഫർമെന്റ് ആയിട്ട് 100 രൂപ ആഡ് ചെയ്തു. സോ എത്ര വരുന്നു? 800 രൂപയായിരിക്കും എന്ത്? പേഴ്സണൽ ഇൻകം എന്ന് പറഞ്ഞാൽ. സോ നാഷണൽ ഇൻകം മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു പേഴ്സണൽ ഇൻകം. പേഴ്സണൽ ഇൻകവും നാഷണൽ ഇൻകവും രണ്ടാണെന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പേഴ്സണൽ ഇൻകവും പെർ ക്യാപിറ്റൽ ഇൻകവും രണ്ടും രണ്ടാണ്. ഓക്കെ, അതുപോലെ പേഴ്സണൽ ഇൻകം ചിലപ്പോൾ എന്ത് ചെയ്യാം? കുറയാം, കൂടാം. ഫോർ എക്സാമ്പിൾ, ഈ പറഞ്ഞ ട്രാൻസ്ഫർമെന്റ് സർക്കാർ ഹൗസ് ഹോൾഡിൽ കൊടുക്കുന്ന ട്രാൻസ്ഫർ പേയ്മെന്റ് കൂടുതലെന്ന് വെച്ചോ. സപ്പോസ് 1000 രൂപ കൊടുക്കുന്ന വെച്ചോ. 1000 രൂപ നാഷണൽ ഇൻകം മൈനസ് 100 രൂപ അൺഡിഷണൽ പ്രോഫിറ്റ് മൈനസ് 100 രൂപ ഇൻട്രസ്റ്റ് പേയ്മെന്റ് മൈനസ് 100 രൂപ കോർപ്പറേറ്റ് ടാക്സ്. അതിന് മേലെ 1000 രൂപ ട്രാൻസ്ഫർമെന്റ്. എത്ര വരും? 1700 ആയിരിക്കും പേഴ്സണൽ ഇൻകം. സോ പേഴ്സണൽ ഇൻകം കൂടാം, ചിലപ്പോ പേഴ്സണൽ ഇൻകം കുറയാം, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ഈക്വലും ആവാം. പേഴ്സണൽ ഇൻകം മേ ബി ഈക്വൽ, ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ നാഷണൽ ഇൻകം. അതുപോലെ ഈ രണ്ട് ഇക്വേഷനും പേഴ്സണൽ ഇൻകവും പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ഇമ്പോർട്ടൻ്റ് നോക്കിയിരിക്കുക. ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ KPSC ക്വസ്റ്റ്യൻ. കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ഈ പറഞ്ഞ പേഴ്സണൽ ഇൻകവും അതുപോലെ പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകവും ഇത് രണ്ടും NCERT ടെക്സ്റ്റിലുള്ളതാണ്. Both these equations are given in NCERT text, and these two are previous year Kerala PSC degree level exam questions. നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാം ചോദിച്ച ചോദ്യങ്ങളാണ് എന്ത്? ഈ രണ്ട് ഇക്വേഷൻ. സോ ഹിയർ വി ക്യാൻ സി നമ്മൾ ഇവിടെ നിന്ന് എവിടേക്ക് എത്തിയെന്ന് നമുക്ക് കാണാം. സോ ഫ്രം GNP അവിടുന്ന് NNP കണ്ടുപിടിച്ചു, അവിടുന്ന് NNP ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിച്ചു, അവിടുന്ന് പേഴ്സണൽ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം കണ്ടുപിടിച്ചു. ഫ്രം ദാറ്റ് we estimated personal disposable income. And in the case of India പറയുകയാണെങ്കിൽ പേഴ്സണൽ ഇൻകം ഈസ് ലെസ് ദാൻ നാഷണൽ ഇൻകം ആണ്. പേഴ്സണൽ ഇൻകം നാഷണൽ ഇൻകം താഴെയാണ്. പൊതുവെ അതാണ്. ഇൻ ജനറൽ കേസ് we can see personal income is less than national income. എന്നാൽ അത് അതിനേക്കാൾ വലുതായി കൂടാകയില്ല. We cannot say that. അങ്ങനെ തന്നെ ആയിരിക്കും. We cannot assure that. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ല. സോ ജനറലി എങ്ങനെയാ? പൊതുവിൽ പറയുമ്പോൾ ജനറലി എന്താണ്? പേഴ്സണൽ ഇൻകം ദേശീയ വരുമാനത്തെക്കാൾ താഴെയാണ് പൊതുവിൽ. എപ്പോഴും അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. പൊതുവിൽ പേഴ്സണൽ ഇൻകത്താൽ താഴെയാണ്, നാഷണൽ ഇൻകത്താൽ താഴെയാണ് പേഴ്സണൽ. So we can end today's session. Now it's 9 So കഴിഞ്ഞു, ടോപ്പിക് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സമയമുണ്ടോ? Can we discuss 2 questions? നിങ്ങൾ ഓക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then we can discuss 2 questions. അത് നമുക്ക് എൻഡ് ചെയ്യാം.
ഇന്ന് വേണ്ടെന്നുണ്ടോ? ഇല്ല. ഓക്കെ. ആരോ പോയല്ലോ? ഇതൊക്കെ ആരോ പോയല്ലോ? ആരാ പോയത്? ഓക്കെ. സോ ചോദ്യം ഇതാണ്. ഇതല്ല, സോറി, ഇതാണ്. Increasing absolute and per capita real GNP do not connote a higher level of economic development. അതായത് ഒരു കൺട്രിയിൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായി. എന്താ? there is an increase in per capita GNP. So റിയൽ GNP കൂടി. റിയൽ GNP കൂടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കൺട്രിയിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടായെന്ന് എപ്പോഴാണ് പറയാൻ കഴിയാത്തത്? ഇത് മനസ്സിലായോ? റിയൽ GNP കൂടിയതുകൊണ്ട് ആ കൺട്രിയിൽ സാമ്പത്തിക പുരോഗതി എന്ന് എപ്പോഴാണ് പറയാൻ കഴിയാത്തത്? സോ when can we say that real GNP do not connote to higher level of economic development? പറയാം. ഇവിടെ എന്താ പറഞ്ഞേ? ആ കൺട്രിയുടെ GNP കൂടിയിരിക്കുകയാണ്. GNP ഈസ് ഹൈ. GNP കൂടുന്നു, വിച്ച് മീൻസ് നാഷണൽ ഇൻകം എന്താ? കൂടുന്നുണ്ട്. റിയൽ GNP കൂടുന്നുണ്ട് എന്നാ പറയുന്നത്. റിയൽ GNP ഈസ് കൂടി. പക്ഷെ എന്താണ്? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. എപ്പോഴായിരിക്കും? ആൻസർ ഈസ് സി ആണ്. എക്കണോമിക് ഡെവലപ്മെന്റ്, ആ ടേം ശ്രദ്ധിക്കും നിങ്ങൾ. എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെവലപ്മെന്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ്. ഇവിടെ എന്ത് പറഞ്ഞു? ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് അല്ല പറഞ്ഞേക്കുന്നത്. ഇവിടെ പറഞ്ഞേക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട്. എന്ത്? GNP കൂടി. GNP കൂടിയതുകൊണ്ട് മാത്രം എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല. എപ്പോഴാണ്? when the poverty and unemployment increase. ആ കൺട്രിയില് ദാരിദ്ര്യം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അൺഎംപ്ലോയ്മെന്റ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. സോ ക്വാളിറ്റേറ്റീവ് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നില്ല? വർദ്ധിക്കുന്നില്ല. എങ്കിൽ GNP കൂടുന്നതനുസരിച്ച് when the qualitative perspective is not improving, എന്താണ്? ഈ പറഞ്ഞ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. ഓക്കെ. മറ്റു ഓപ്ഷൻസ് നോക്കൂ. ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഫെയിൽസ് ടു കീപ് പേസ് വിത്ത് അഗ്രികൾച്ചർ ഇൻപുട്ട്. സോ വ്യവസായിക മേഖലയുടെ ഔട്ട്പുട്ട് കാർഷിക മേഖല ഔട്ട്പുട്ടുമായിട്ട് പേസ് വന്നില്ല. സോ അതുകൊണ്ട് സാമ്പത്തിക പുരോഗതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. സോ നോക്കുക, ഇവിടെ പറയുന്നത് എന്താ? ABD ഈ മൂന്നും ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി പെർസ്പെക്റ്റീവ് മാത്രമാണ്. എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആംഗിൾ മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മൂന്ന് ആംഗിളും എയും ബിയും ഡിയും only mentioning about quantitative perspective only. നമ്മൾ പറയുന്നത് എന്താ? സാമ്പത്തിക പുരോഗതിയാണ്, which is a qualitative perspective. This is a previous year prelims question ആണ്, UPC ചോദ്യമാണ്. സോ ആൻസർ എന്താ? ആൻസർ സി ആണ്. പോവർട്ടി അൺഎംപ്ലോയ്മെന്റ് വർദ്ധിക്കുമ്പോൾ സാമ്പത്തിക പുരോഗതി ഉണ്ടാവില്ല. എന്തുമാത്രം വളർച്ച ഉണ്ടെന്ന് പറഞ്ഞാലും when there is hike in poverty and unemployment, economic development will not happen in a country. Clear ആണോ? Is it clear? Any doubt? എന്താ ഡൗട്ട് ഉണ്ടോ? Any doubt? If there is no doubt, we can end the session. ഡൗട്ടില്ല. ആൻഡ് നാളെ മെമ്പർഷിപ്പ് ഉണ്ട്. ആൻഡ് ആ സമയത്ത് യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട് ആൻഡ് ബി പ്രിപ്പയർഡ് വിത്ത് 2 അഭ്യാസ്. നമ്മൾ 2 അഭ്യാസം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രിപ്പയർഡ് ഇരിക്കുക. സമയം പോലെ നമുക്ക് മീറ്റ് ചെയ്യാം. ആൻഡ് സൂം വഴിയായിരിക്കും മീറ്റിംഗ്. സൂം വഴിയായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? പരസ്പരം കണ്ടുകൊണ്ട് സംസാരിക്കാം. കുഴപ്പമില്ലല്ലോ അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഓണാക്കി വെക്കുക, പിന്നെ ഓഫ് ആക്കിക്കോളൂ. കാരണം എനിക്ക് ആരെയും മുഖം അറിയില്ല. ഞാൻ ആരുടെയും ഫോട്ടോ കളക്ട് ചെയ്തിട്ടില്ലല്ലോ. ലാസ്റ്റ് കളക്ട് ചെയ്തുള്ളൂ. നിങ്ങളുടെ റിസൾട്ട് വന്നിട്ട് കളക്ട് ചെയ്യുന്നത് ഞാൻ. അതാണ് പ്രത്യേകത. ഐ വിൽ കളക്ട് ദ ഫോട്ടോസ് ആഫ്റ്റർ ദ റിസൾട്ട്. റിസൾട്ട് വന്നിട്ട് പറയുമല്ലോ ടോപ്പ് 20 എല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളത് കളക്ട് ചെയ്യുന്നത്. എല്ലാവരും ഉണ്ട് അല്ലേ? ഉണ്ടാകത്തില്ലേ? എല്ലാവരും ഉണ്ടാവുമല്ലോ.
എല്ലാവരും ടോപ്പ് 20 നമ്മളെ ലക്ഷ്യം. ടോപ്പ് 30 ഒന്നുമല്ല, ടോപ്പ് 20. ആദ്യം 20 എല്ലാ സ്ട്രീം. സോ വി ക്യാൻ എൻഡ് ടുഡേ. നിർത്തട്ടെ? ഓക്കെ. നാളെ മോർണിംഗ് അല്ലേ സാർ ക്ലാസ്? നെക്സ്റ്റ് ക്ലാസ് നാളെ രാവിലെയാണ്. നാളെ രാവിലെയാണ്. കാര്യം ഇട്ടായിരുന്നല്ലോ ഞാൻ. രാവിലെ ക്ലാസ്. നാളെ രാവിലെ 6 മണിക്കാണ്. എണ്ണിക്കൽ ഏറ്റവും ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ എണ്ണിക്കൽ ഏറ്റവും ആണെങ്കിൽ ഞാൻ അറിയിക്കാം. വേറെ തരത്തില്ല. 6 മണിക്ക് ക്ലാസ്. ആൻഡ് ചിലപ്പോ അഭ്യാസം അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ അഭ്യാസ് 2 ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഐ തിങ്ക് ബെറ്റർ ടു ഡിസ്കസ് നെക്സ്റ്റ് ടോപ്പിക്. അഭ്യാസ് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. ശനിയാഴ്ചയോ നമുക്ക് അഭ്യാസ് 2 ഡിസ്കസ് ചെയ്യാം. നാളെ നമുക്ക് പുതിയ ടോപ്പിക് ആണെങ്കിൽ തീർന്നു. ഇത് നമുക്ക് ഇനി 2-3 ടേം പറയാനുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നാഷണൽ തീരും. ആൻഡ് വിൽ ബി സ്റ്റാർട്ടിങ് എ ന്യൂ ടോപ്പിക്. മോസ്റ്റ് ഓൺലി ടാക്സ് ആയിരിക്കും. ടാക്സോ അല്ലെങ്കിൽ പ്ലാനിങ്ങോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരി എന്നാൽ.